ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിക്കുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നതിന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാമോന്ന്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഐഡിയ മനസ്സിലാക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നാണ് അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ വല്ല ക്ലാസ്. ഇപ്പം ഞാനാണെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ് കാണും. സൈലത്തിൻ്റെ ക്ലാസ് കാണുമ്പോൾ അതിൻ്റെ സമ്മറി ഞാൻ ഒരു തവണ മനസ്സിലാക്കും. പിന്നെ സമ്മറി മാത്രമല്ല, സ്ലൈഡ്സിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയിട്ടുണ്ടാവും. A+ പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാറുണ്ട്. അപ്പം അത് വായിക്കുമ്പോൾ തന്നെ ചാപ്റ്ററും ഏകദേശം മനസ്സിലാവും. അതിനുശേഷം ചെയ്യാറെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ആ ചാപ്റ്റർ ഒരു തവണ വായിച്ചു നോക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഒരു യൂണിറ്റിൽ അവർ തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാം സക്സസ് ആവുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ലെസൺസ്, ഫെയിലേഴ്സിൽ തോക്കരുത്, അങ്ങനെ കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസും പോയിംസുമാണ് നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷനും കൂടെ നോക്കി നിങ്ങൾ പഠിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ സമ്മറി പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാപ്റ്റർ ഏത് കാറ്റഗറി പഠിച്ചാണെന്ന് നോക്കുന്നത്, അതായത് പോയമാണോ, സ്റ്റോറി ആണോ, സ്പീച്ച് ആണോ എന്നൊക്കെ. അതിൽ വരുന്ന ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ അത് നോട്ട് ചെയ്യപ്പെടും. പിന്നെ നിങ്ങളിത് എഴുതിയ ഓതറിനെ കുറിച്ച് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ ഓരോ ചാപ്റ്ററിന് ശേഷം എബൌട്ട് ഓതർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതൊന്ന് വായിക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാര്യം ഈ റിവ്യൂ അതേപോലെ തന്നെ അപ്രീസിയേഷനൊക്കെ എഴുതുന്ന സമയത്ത് ഒരു 1-2 വരി നമുക്ക് ഓതറിനെ കുറിച്ച് എഴുതാൻ പറ്റിയ നല്ലൊരു ഇമ്പ്രഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ ശേഷവും നമുക്ക് ഈ ഗ്ലോസറി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാവും. അതിലെ വേർഡ്സ് നിങ്ങൾ ഒന്ന് ഓടിച്ച് വായിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. കാര്യം നമുക്ക് ചില ടൈമിൽ ഈ മീനിങ് വരുന്ന വേർഡ്സ് പാരഗ്രാഫിൽ നിന്ന് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നമുക്ക് ചോദിക്കാറുള്ളത് ഗ്ലോസറി എന്നുള്ള പോർഷനാണ്. അപ്പോൾ അതൊന്ന് ഓടിച്ച് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫസ്റ്റ് തിങ് അത് തന്നെയാണ്, നിങ്ങളൊരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് ആളുകൾക്കും ഞങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുന്നില്ലെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം അവരെ കണ്ടൻറ്റ് അവർ നോക്കി വെച്ചേക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അധികം നേരം നമുക്ക് അവിടെ തിങ്ക് ചെയ്യാനൊന്നും ടൈം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അത് നോക്കിയാക്കി വെച്ചാൽ തന്നെ ഒരു 50% എബോവ് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കാം. പിന്നെയുള്ളത് ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കാമെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചു വെക്കാൻ ഒരിക്കലും ലാംഗ്വേജിൽ ശ്രമിക്കരുത്. അതിൻ്റെ ഫോർമാറ്റ് നോക്കി പഠിക്കാൻ നോക്കുക. പിന്നെ ഒരു സ്റ്റാർട്ടിങ് സെൻറ്റൻസും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റൻസ് നോക്കി പഠിച്ചു വെക്കുക. അത് കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആ മോഡൽ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കോമൺ ഇത് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എഴുതാനുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന സമ്മറിന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ആക്കാൻ നേരത്ത് മാക്സിമം നോക്കേണ്ട ഒരു കാര്യം, ഫോർമാറ്റ് ഒരിക്കലും തെറ്റാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലാതെ ഈ റിവ്യൂ അങ്ങനത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനും കൺക്ലൂഡിങ് പാർട്ടും നല്ല രീതിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഈ കോഡ്സൊക്കെ വെച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 കോഡ്സൊക്കെ നോക്കി വെച്ചിട്ട് പോയാൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ഇമ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ ഗ്രാമറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാമറിന് വേണ്ടി ഇരിക്കുന്ന ആളെന്നല്ല. എക്സാം തുടങ്ങുന്നതിന് 2-3 ദിവസം മുമ്പേ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കും പറയാനുള്ള അധികം എഫേർട്ട് നിങ്ങൾ ഗ്രാമറിന് കൊടുക്കണമെന്നില്ല. കാര്യം ഒരു 10 മാർക്ക് അടുപ്പിച്ചാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ആദ്യം ചാപ്റ്റേഴ്സ് എല്ലാം സെറ്റാക്കുക, എന്നിട്ട് ഗ്രാമർ ടൈപ്പിലേക്ക് പോവുക. പിന്നെ നമ്മളെല്ലാവരും കുഞ്ഞിലേ തൊട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരുവിധം ഇംഗ്ലീഷ് എഴുതാനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ അതങ്ങനെ നോട്ട് ചെയ്യാതെ പോകും. പക്ഷെ വലിയ വലിയ മിസ്റ്റേക്സുകൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ഐഡിയ നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഒരു +1 ലെവലൊക്കെ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമറൊക്കെ തെറ്റിയാൽ എന്തായാലും ഒരു മാർക്ക് കുറയ്ക്കാൻ ചാൻസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് കിട്ടില്ല അങ്ങനെ ഓവർ ടെൻസ്ഡ് ഒന്നും ആവണ്ട. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല എഫേർട്ട് ഇട്ട് നോക്കൂ. നല്ല രീതിയിൽ പിന്നെ റൈറ്റിങ്ങിന് സ്പീഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.